ഗൈസ്, ഒരു സംഭവബഹുലമായ യാത്രയാണ് ഈ കാണുന്നത്. നമ്മൾ വീട് റെനോവേഷനായി ബന്ധപ്പെട്ട് ഷോപ്പിങ്ങിനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുമായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് നല്ല ട്രാഫിക് ബ്ലോക്കിൽ പെട്ടു. നല്ല ബ്ലോക്കായിരുന്നു, നിറയെ വണ്ടികളുണ്ടായിരുന്നു. പോരാത്തതിന് മഴയും പെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ നമ്മളെ വണ്ടി പിന്നെ അവിടെ നിന്ന് എടുക്കാൻ പറ്റുന്നില്ല. വണ്ടി ബ്രേക്കിൽ നിന്ന് കാലെടുക്കുമ്പോൾ വണ്ടി പുറകോട്ട് പോകുന്നു. ആക്സിലറേറ്റർ കൊടുക്കാൻ പറ്റുന്നില്ല, വണ്ടി പുറകോട്ടാണ് പോകുന്നത്. പുറകിലാണെങ്കിൽ ഇഷ്ടം പോലെ വണ്ടികൾ നിർത്തിയിട്ടിരിക്കുന്നുണ്ട്. എല്ലാവരും പാനിക്കായി, നമ്മളൊക്കെ പാനിക്കായി. പുറകിൽ നിന്നൊക്കെ ആൾക്കാർ വരാൻ തുടങ്ങി. എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ച് പുറകിൽ നിന്ന് ആൾക്കാർ വന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ് വണ്ടി എടുക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവർക്ക് കയറി നോക്കി അവർക്കൊന്നും എടുക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് പിന്നെ വണ്ടി എല്ലാവരും കൂടെ തള്ളി ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചു. പിന്നെ നമ്മൾ 3 മണിക്ക് അവിടെ നിന്നിട്ട് അവരെ വിളിച്ചു, ഷോറൂമിലോട്ട് വിളിച്ചു. എന്നിട്ട് 4:45 അവരെത്താൻ. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ നല്ല ബ്ലോക്കാണ്, അവിടെ നിന്ന് ഇങ്ങോട്ട് എത്താൻ പറ്റണ്ടേ. അങ്ങനെ 4:45 വരെ അവിടെ നിന്നിട്ട് അവർ നോക്കി, എന്തോ ബാറ്ററി എന്തോ ഡൗൺ ആയതാന്ന് പറഞ്ഞു. എന്നിട്ട് അവർ ശരിയാക്കി, വണ്ടി സ്റ്റാർട്ടായി. എന്നിട്ട് പിന്നെ നമ്മൾ നേരെ അവരുടെ ഷോറൂമിൽ പോയിട്ട് വണ്ടി കാണിക്കാൻ വേണ്ടി പോയി. അപ്പോൾ അവർ പറഞ്ഞത് കുറച്ച് ചെക്ക് ചെയ്യാനുണ്ട്, കൂടുതൽ ചെക്ക് ചെയ്യാനുണ്ട്, നോക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ വേണ്ട, എന്നാലും നമ്മൾ നാളെ കൊണ്ടുതരാം, ഇന്നിപ്പോൾ നമ്മൾ ഇതിനായിട്ട് വന്നതാണല്ലോ, അപ്പോൾ അത് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ കുറച്ച് ടൈൽസ്, പിന്നെ വാഷ് ബേസ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി. നല്ല കളക്ഷൻ, നല്ല രസമുണ്ട് ഇങ്ങനെ കണ്ടിരിക്കാൻ. കുറേ സാധനങ്ങളുണ്ടായിരുന്നു. നമ്മൾ ഒക്കെ സെലക്ട് ചെയ്തു. ടൈൽസ്, വാഷ് ബേസ്, പിന്നെ പൈപ്പ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്തു. പിന്നെ നമുക്ക് പേടിയായിരുന്നു, ഇനി വണ്ടി എടുത്താൽ കിട്ടുമോ, നേരത്തെ പോലെ വണ്ടി സ്റ്റോപ്പായിട്ടുണ്ടാവും, നിർത്തിയിട്ടായിരുന്നു പിന്നെ എടുക്കാൻ കിട്ടുമോ എന്നൊക്കെ ടെൻഷനായി. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല, വണ്ടിക്ക് പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. നമ്മൾ എടുത്തു. എന്നിട്ട് പിന്നെ നമ്മൾ രാത്രിക്കായപ്പോഴത്തേക്ക് തിരിച്ച് വീട്ടിലേക്ക്